കാരണം കേരളത്തിലെ ജനങ്ങള് ഈ രണ്ട് മുന്നണികളെയും കൊണ്ട് മടുത്തിരിക്കുന്നു. അവരുടെ പൊള്ളത്തരവും അവരുടെ അഴിമതിയും. ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിവ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് മാറി കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തിരുവനന്തപുരത്ത് ഇപ്പൊ സംഭവിച്ചത്. മോദിജി വരണം എന്നാണ് അവരുടെ പ്രതികരണം. കേരളത്തിലെ വികസനം വരണമെങ്കിൽ BJP ഭരണം വരണം. BJP എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത് ഒരു പ്രത്യേകത, നമ്മുടെ ഒരു ചോറയുടെ ഒരു തിളപ്പ് പോലെയാണ് BJP എന്ന് പറയുമ്പോൾ. നമ്മുടെ അതും കൂടി മോദിജി എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചയമായും BJP കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ BJP തയ്യാറാണ്. നല്ല മുന്നേറ്റം ഉണ്ടാവും. ഒരു 10-30 സീറ്റോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലൊട്ടാകെ. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് വികസനവും സുരക്ഷിതത്വവും വിശ്വാസവുമാണ്. കാരണം കള്ളന്മാരാണ് മൊത്തം കേരളത്തെ ഭരിക്കുന്നതെന്നും ഇവിടെ കേരളം മൊത്തം കൊള്ളയടിക്കപ്പെടുകയാണെന്നുള്ളൊരു ചിന്ത പൊതുജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തെ പോലത്തെ ഒരു വലിയ വിജയം കേരളം ഒട്ടാകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. കാരണം കേരളത്തിലെ ജനങ്ങള് ഈ രണ്ട് മുന്നണികളെയും കൊണ്ട് മടുത്തിരിക്കുന്നു. അവരുടെ പൊള്ളത്തരവും അവരുടെ അഴിമതിയും. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് വികസനവും സുരക്ഷിതത്വവും വിശ്വാസവുമാണ്. ഈ മൂന്നിനെയും തകർക്കുന്ന നിലപാടുകളാണ് രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ BJP തയ്യാറാണ്, അതിന് പ്രാപ്തരാണ്. അത് സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തിരുവനന്തപുരത്തിന്റെ വിജയം. സംഭവിക്കും, തീർച്ചയായും സംഭവിക്കും. കേരളം മുഴുവൻ സംഭവിക്കും. എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ പഴയതിനെക്കാട്ടി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടോ? ഉണ്ട്. പഴയ രീതിയിൽ അക്സെപ്റ്റൻസ് ഇല്ലാണ്ടൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കില്ലല്ലോ. അക്സെപ്റ്റൻസ് ഉണ്ട്. BJP നല്ല ശക്തമായ മുന്നേറ്റം എല്ലായിടത്തും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പോലെ വലിയൊരു വിജയം BJPക്ക് ഉണ്ടായല്ലോ. ഇനിയിപ്പോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഈ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് തൃശ്ശൂരത്തെ ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. ഞങ്ങൾ എല്ലാവരും ജയിക്കുന്നു, ഉറപ്പാണ്. പിന്നെ അത് തന്നെയല്ല BJP കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ഇവര് വേറെ ലെവലിലാക്കിയിട്ടാണ് അത് പറയണത്. അപ്പോൾ നമ്മളെ BJP തരണ ഇതാന്നുള്ളത് തന്നെ അവതരിപ്പിക്കണം. അത് ചെയ്യുന്നില്ല അവർ. ആവാസ് യോജന അതൊക്കെ തരണത് അവരുടെ ഒരു പേരിൽ വരികയാണ്. അത് പാടില്ലല്ലോ. ഇത്ര നാൾ അവരായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ 125 ദിവസത്തെ പണിയടക്കം അവര് തരുന്നു. അപ്പൊ ഒരു വിഷമമില്ല. നല്ല മുന്നേറ്റം ഉണ്ടാവും. ഒരു 10-30 സീറ്റോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലൊട്ടാകെ. പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരും ഇവിടേക്കായിട്ട് പ്രതീക്ഷിക്കുക, കാസർഗോഡ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിഫലിക്കും. കാരണം കേരളത്തിലുള്ള ഒരു ആൻറ്റി ഇൻകമൻസി. കാരണം കള്ളന്മാരാണ് മൊത്തം കേരളത്തെ ഭരിക്കുന്നതെന്നും ഇവിടെ കേരളം മൊത്തം കൊള്ളയടിക്കപ്പെടുകയാണെന്നുള്ളൊരു ചിന്ത പൊതുജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന സുശക്തമായിട്ടുള്ള ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിവ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടെ നരേന്ദ്രമോദിയെ പോലെയും അമിത്ഷായെ പോലെയുള്ള ശക്തരായ നേതാക്കൾ ഇവിടെ ഇന്ത്യയിലുണ്ടെന്നും അവരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതൊരു അസറ്റ് തന്നെ ആയിരിക്കും. ഇത് കേരളത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ കേരളത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് വോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം പണ്ട് LDF, UDF എന്നിങ്ങനെയായിരുന്നു. ഇന്ന് അത് മാറി കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സംഭവിച്ചത്. തീർച്ചയായും അധികാരത്തിൽ വരും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും കേരളത്തിൽ BJP അധികാരത്തിൽ വരും. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് മുൻപ് തിരുവനന്തപുരം ഭരിച്ചിരുന്നത് CPM ആണല്ലോ, ഏകദേശം 45 വർഷമായിട്ട്. അപ്പോൾ മോദിജി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മേയർ വരും എന്ന് പറഞ്ഞിരുന്നു എന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതൊരു പ്രതീക്ഷ, ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ടോ നിങ്ങൾ പ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. മോഡിജി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നടക്കും. അത് ആര്യ രാജേന്ദ്രൻ നിന്നുണ്ടായ അനുഭവം ജനങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾക്ക് 50 സീറ്റ് കിട്ടാൻ ആയത്. ഞങ്ങൾക്കൊരു 10 സീറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ചെറിയ നിസ്സാര വോട്ടുകൾക്കാണ് ഞങ്ങൾ ബാക്കി സീറ്റുകൾ തോറ്റത്. അത് ഒരു മുന്നോടിയായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ അസംബ്ലി ഇലക്ഷനിൽ 14 സീറ്റിൽ 8-10 സീറ്റുകൾ ഞങ്ങൾ BJP തന്നെ കൈയടക്കി തിരുവനന്തപുരം ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തും. ഞങ്ങൾ ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ഒരു MLA വരും, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും പാലക്കാടും ഞങ്ങൾ വരുമെന്ന് തന്നെയാണ് ഉറപ്പ്. ഞങ്ങളിപ്പോൾ ഞാൻ ബ്ലോക്ക് മെമ്പറാണ് പാലക്കാട് പാർലമെൻറ്റ് ഡിവിഷനിൽ നിന്നിട്ട്.
ഞങ്ങൾക്ക് നല്ല മുന്നേറ്റമാണ് അവിടെയും. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് പണ്ടത്തെക്കാളും BJPയോട് ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അനുഭവം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഓരോരോ വീടുകളിലും ക്യാമ്പയിനിന് പോയ സമയത്ത് ഞങ്ങളെ വിളിച്ചു വരുത്തി മോദിജി വരണം എന്നാണ് അവരുടെ പ്രതികരണം. സോ തീർച്ചയായും ഇനിയും വരും. കേരളത്തിലെ വികസനം വരണമെങ്കിൽ BJP ഭരണം വരണം. അല്ലാടത്തോളം ഈ ഇടതും വലതും പക്ഷം ഒരിക്കലും ഭരിച്ചാൽ ഇവിടെ വികസനം വരാൻ പോണില്ല. ഇനിയുള്ള വികസനം കാഴ്ചപ്പാട് മോദിയോട് മാത്രമാണ്. എന്തായാലും മോദിയുടെ കരങ്ങൾക്ക് വിജയാശംസകൾ നേർന്നോളൂ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ മോദിയുടെ ഒട്ടനവധി പദ്ധതികളാണ് നമുക്ക് ജനങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. ഈ വികസനം ജനങ്ങൾക്ക്, കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അനുഭവത്തിൽ മോദി സർക്കാർ വരണമെന്നാണ് എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നിരിക്കുന്നത്. ഇനി വരുന്ന നമ്മുടെ MLA തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ എല്ലാ മണ്ഡലങ്ങളും ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ് വീട് തോറും കയറി സാധാരണ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ അവരെ കാണുമ്പോൾ അവരുടെ വീടിൻ്റെ അവസ്ഥകളും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരോ എല്ലാവരും കയറി ചെന്ന് കാണുമല്ലോ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മൾ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. പണ്ടത്തെക്കാൾ അധികം BJPയോട് ആളുകൾക്ക് ഇഷ്ടം കൂടിയും തോന്നും. ഇഷ്ടം കൂടുതലാണ്, ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. BJP എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത് ഒരു പ്രത്യേകത. നമ്മുടെ ഒരു ചോറയുടെ ഒരു തിളപ്പ് പോലെയാണ് BJP എന്ന് പറയുമ്പോൾ. നമ്മുടെ അതും കൂടി മോദിജി എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA നല്ല മുന്നേറ്റം നടത്തും. കേരളത്തിൽ നല്ല മുന്നേറ്റം, നമ്മളെന്തായാലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം. പക്ഷെ പാർട്ടിക്ക് ഒരു നിശ്ചയമായ ഒരു കണക്കുണ്ട്. ഇത്ര സീറ്റ് BJP പിടിക്കുമെന്നുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിലെത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധ്യത കാണുന്നുണ്ട്. BJPക്ക് അടുത്ത വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു സാധ്യതയുണ്ട്. മറിച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും, കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJP അധികാരത്തിൽ വരുന്ന ഒരു വിഷയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതി സമവാക്യങ്ങൾ അവിടെ കളിക്കുന്ന ഒരു പല മണ്ഡലങ്ങളിലും നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ഒരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന സീറ്റിലേക്ക് വന്നില്ല എന്ന് പറയാം. പക്ഷേ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചയമായും BJP കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പഴകിത്തുരുമ്പിച്ച ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ പിന്തള്ളപ്പെട്ടുകൊണ്ട് BJPക്ക് ഉള്ള സാഹചര്യമാണ് ഇനി കേരളത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചിത്രം തെളിയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തിരുവനന്തപുരംകാരൻ എന്ന ഇതിലൊന്ന് ചോദിക്കട്ടെ, 45 വർഷമായിട്ട് CPM കൈയടക്കി വെച്ചിരിക്കുന്നതായിരുന്നല്ലോ തിരുവനന്തപുരം നഗരസഭ. അതെ അതെ. എങ്ങനെയായിരുന്നു ഭരണം? എന്തായിരുന്നു അനുഭവം? നമ്മളൊക്കെ, നിങ്ങളും എത്രയോ കാലം കൊണ്ട് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ രാജഭരണ കാലഘട്ടം മുതൽ തന്നെ വളരെ വിശാലമായ ആദ്യത്തെ സ്കൂള്, മെഡിക്കൽ കോളേജ്, മറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നതിന് ശേഷം ആ ഒരു വളർച്ച, ദ്രുതഗതിയുള്ള ഒരു വളർച്ച നമുക്ക് കാണാനില്ല. ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഇന്ന് വരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു വിഷയമുണ്ടായി കഴിഞ്ഞാൽ ആ വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് ഇത്രയും നാൾ ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു 50 വർഷത്തെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ BJP നയിക്കുന്ന ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം മാറ്റിമറിക്കപ്പെടും. തീർച്ചയായിട്ടും വരുന്ന ഒരു 5 വർഷത്തെ BJPയുടെ നഗരസഭാ ഭരണമെന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഒരു നല്ല തുടക്കം തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ വികസനം കേരളത്തിലാകമാനം തന്നെ ഒരു മാറ്റത്തിന് വഴിവെക്കും. അത് തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPക്കുള്ള ഏറ്റവും വലിയ ചൂണ്ടുപലക എന്ന് പറയുന്നത്.